ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് 2025 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള 12 മാസ കാലയളവിൽ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഏകദേശ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അവിട്ടം തവിട്ടിലും നേടും എന്നാണ്. അവിട്ടം 3-ാം പാദത്തിൽ ജനിക്കുന്നത് ഭാഗ്യലക്ഷണം കൂടിയാണ്. അഷ്ടവസ്തുക്കൾ ഈ നക്ഷത്രത്തിന്റെ ദേവതയാണ്. അത് കാരണം തന്നെ ഈ നക്ഷത്രത്തിന്റെ പ്രശസ്തിക്കും മഹാത്മ്യത്തിനും കാരണം ഇവരാണ് എന്നാണ് വിശ്വാസം. ഈ നാളിൽ ജനിക്കുന്ന ശിശുവിന്റെ അമ്മാവനും സഹോദരനും ചില അരിഷ്ടതകളും കഷ്ടതകളും ഉണ്ടായേക്കും. ഇവർക്ക് പല കാര്യങ്ങളിലും അറിവും ബുദ്ധിയും ഉണ്ടായിരിക്കും. പരദ്രോഹം ചെയ്യുകയോ അന്യർക്ക് വേദനാജനകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാറില്ല. വാദപ്രതിവാദങ്ങളിലും വ്യവഹാരങ്ങളിലുമൊക്കെ ഇവർ വിജയിക്കുകയും ചെയ്യും. നീർദോഷം, രക്തവാദം, അർശസ് എന്നീ രോഗങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ പിടിപെടാൻ സാധ്യതയുള്ളവരാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം സമാധാനപൂർണ്ണമായിരിക്കുകയും ചെയ്യും. ഭാര്യമാർ ഇവരുടെ മാർഗദർശികളായി വർത്തിക്കും. ജാതകത്തിൽ നല്ലതുപോലെ പൊരുത്തശോധന വരുത്തിയിട്ട് ഇവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തൻ്റെ ഇടക്കാരും വിവേകശാലികളും ആയിരിക്കും. രക്തവാത രോഗവും ഗർഭാശയ രോഗവും ഇവർക്ക് പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അവിട്ടം നാളിന്റെ പ്രതികൂലമായിട്ടുള്ള നാളുകളാണ് പൂരുരുട്ടാതി, രേവതി, ഭരണി, അനിഴം എന്നീ നാളുകൾ. ഈ നാളുകാരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ അവിട്ടം നാളുകാർ ഒഴിവാക്കുന്നത് നല്ലതാണ്. വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദിശാകാലങ്ങൾ ഇവർക്ക് അനിഷ്ടഫലങ്ങൾ നൽകുന്നുണ്ട്. കുജയന്ത്രം വിധിപ്രകാരം ധരിക്കുന്നത് മൂലം ശത്രുദോഷം, ആഭിചാരദോഷം, ഗ്രഹദോഷം എന്നിവ പരിഹരിക്കുകയും സമ്പത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇന്ദ്രനീലം, പവിഴം എന്നിവ ഇവർക്ക് ഭാഗ്യരത്നങ്ങളാണ്. സുബ്രഹ്മണ്യ പൂജയും ഭദ്രകാളി ഭജനവും ഇവർക്ക് ഉത്തമ ഫലങ്ങൾ നൽകുന്നുണ്ട്. ചൊവ്വാദിശയിലാണ് അവിട്ടം നാളുകാരുടെ ജനനം. തുടർന്ന് രാഹുർദിശ, വ്യാഴദിശ, ശനിദിശ, ബുധദിശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത്. അസുരഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് അവിട്ടം. വസ്തുക്കളാണ് അതിന്റെ ദേവത. സ്ത്രീ യോനിയും അതിന്റെ മൃഗം നല്ല ആളും, ഭൂതം ആകാശവും, പക്ഷി മയിലും, വൃക്ഷം വഗ്നിയുമാകുന്നു. അവിട്ട നക്ഷത്രത്തിന്റെ അക്ഷരം ഓ ആണ്. അവിട്ട നക്ഷത്ര ജാതക്കാർക്ക് 2025 വർഷം മകരക്കൂറുകാർക്കും സവിശേഷമായ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും. എന്നാൽ കുംഭക്കൂറിൽ ജനിച്ചിരിക്കുന്നവർക്ക് സമ്മിശ്ര അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ജനുവരി മാസം അവിട്ടം നാളുകാർക്ക് ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും. കുടുംബ ഐശ്വര്യത്തെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. തൊഴിൽപരമായി അഭിവൃദ്ധികളും സംഘടനാ പ്രവർത്തികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വളരെ ഗുണങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടവും ലക്ഷ്യപ്രാപ്തി എത്തുന്ന കാലഘട്ടവുമായിരിക്കും ജനുവരി മാസം. ഫെബ്രുവരി മാസം അവിട്ടം നാളുകാർക്ക് വളരെ ഭേദപ്പെട്ട ഗുണാനുഭവങ്ങളെ കൊണ്ട് സമ്പന്നമായിരിക്കും. ലോൺ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലതയുണ്ടാകും. വസ്തു വാങ്ങുക, വീട് നിർമ്മാണങ്ങൾ ആരംഭിക്കുക, വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക, കുടുംബ ഐശ്വര്യം അനുദിനം വർദ്ധിക്കുക എന്നിങ്ങനെയുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഫെബ്രുവരി മാസം. മാർച്ച് മാസത്തിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ സംജാതമാവുകയും അവസരങ്ങളുടെ ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. പുത്തൻ ആശയങ്ങളുടെ പ്രാവർത്തികതയിലൂടെ മുന്നേറ്റത്തിനായി പരിശ്രമിക്കും. അത് വാക്കുകളെ കൊണ്ട് സമ്പന്നതയും സാമ്പത്തിക അഭിവൃദ്ധികളും കാർഷിക ഉന്നതിയും കൊണ്ടുതരും. ഏപ്രിൽ മാസം പ്രയത്നങ്ങളുടെ ഗുണലഭ്യത ഉണ്ടാകുന്ന സമയമായിരിക്കും. ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയും. ലക്ഷ്യപ്രാപ്തിയും കൈവരും. വിദ്യാർത്ഥികൾക്ക് മികവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും. നന്നായി പരിശ്രമിക്കുക വഴി പരീക്ഷകളിൽ ഉന്നത വിജയപ്രാപ്തിക്ക് ഭാഗ്യകടാക്ഷം ഉണ്ടാകും. സംഘടനാ പ്രവർത്തികൾക്ക് അർഹതപ്പെട്ട സ്ഥാനലബ്ധിയും ഉണ്ടാകും. തൊഴിൽ അഭിവൃദ്ധികളും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും. മെയ് മാസത്തിൽ കുടുംബ ഭദ്രത, പ്രണയ സാഫല്യം, മംഗല്യപ്രാപ്തി, അനുയോജ്യമായ ബന്ധങ്ങൾ ലഭിക്കുക എന്നീ അനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും മറ്റ് തത്തുല്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും, അധ്യാപകർ, എഴുത്തുകാർ, സാങ്കേതിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കൊക്കെയും തന്നെ ആനുകൂല്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ മെയ് മാസം. തൊഴിൽ രംഗത്തിൽ അഭിവൃദ്ധികളും പ്രതീക്ഷിക്കാം. ജൂൺ മാസം ചിലയിടങ്ങളിൽ നിന്ന് വിദേശാനുഭവങ്ങൾ നേരിടേണ്ടതായി വരും. എന്നാൽ അഭിവൃദ്ധികൾക്കായി പ്രവർത്തിക്കുവാൻ അവസരങ്ങൾ കൈവരും. പലവിധേനയുള്ള അഭിവൃദ്ധികൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ജൂലൈ മാസം മകരക്കൂറിൽ ജനിച്ചവർക്ക് ഈ സമയം പ്രശ്നാധിഷ്ഠിതമായിരിക്കും. എന്നാൽ കുംഭക്കൂറിലുള്ളവർക്ക് പലവിധ അവസരങ്ങളും കൈവരാൻ സാധിക്കും.
തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും ശ്രദ്ധിക്കും. വിവാഹ ഐശ്വര്യങ്ങളുടെ ലബ്ധി, സർക്കാർ ജോലി ലഭിക്കാനുള്ള അവസരം എന്നിവയുടെ സാധ്യതയും കാണുന്നുണ്ട്. ടെസ്റ്റുകളിലൊക്കെയും തന്നെ വിജയം കൈവരിക്കുന്ന സമയമായിരിക്കും ജൂലൈ മാസം. ഓഗസ്റ്റ് മാസം കാര്യസാധ്യതകളുടെ കുറവുകൾ ഒരു അനുഭവമായി വർദ്ധിക്കും. ബന്ധുക്കളുടെ ആഗമനവും ഒത്തുചേരലിനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കച്ചവടം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ചെറുകിട തൊഴിൽ സംരംഭകർക്കും മറ്റ് ആവിഷ്കാര ഉദ്ദേശമുള്ളവർക്കും ഈ സമയം വളരെ അനുകൂലമായി തന്നെ കാണാം. സെപ്റ്റംബർ മാസത്തിൽ കാർഷിക രംഗത്തുള്ളവർക്ക് സർക്കാർ ധനസഹായ ലഭ്യതയോ അർഹതപ്പെട്ട ധനാഗമ യോഗങ്ങളോ ഉണ്ടാകുന്നതായിരിക്കും. വിവാഹാലോചനകൾ വരികയും അത് നടക്കുവാനുള്ള സാധ്യതയും കാണുന്നു. വേർപെട്ട് കഴിയുന്നവർ ഒത്തുചേരുവാനുള്ള ഇടവരും. സ്ഥലം വാങ്ങുവാനുള്ള ആഗ്രഹങ്ങൾ നടപ്പാകും. തൊഴിൽ, കൃഷി, കച്ചവടം, കലാരംഗം എന്നീ മേഖലകളെല്ലാം തന്നെ അഭിവൃദ്ധികളുടെ കാലമായിരിക്കും. സാങ്കേതിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കൊണ്ടുവരും. ഒക്ടോബർ മാസത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റമോ കൃത്യനിർവഹണ വീഴ്ചകളോ സംഭവിക്കുക വഴി ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. ഭരണകർത്താക്കൾക്ക് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിലും സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. പിതാവിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും തദ്വാര ആശുപത്രി വാസത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നവംബർ മാസത്തിൽ കർമ്മപുഷ്ടി, ആരോഗ്യപരമായ ഉണർവ്, സാമ്പത്തിക ഭദ്രത, തൊഴിൽ രംഗത്ത് വർധനവ്, PSC നിയമനങ്ങളുടെ ലഭ്യത, അസ്ഥിര ജോലികളുടെ സ്ഥിരത എന്നീ ഗുണങ്ങളൊക്കെ ഉണ്ടാകാം. പുതിയ കർമ്മപരിപാടികളുമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും കണ്ടുവരും. വിദേശ യാത്രകൾ തരപ്പെടുകയും സർക്കാർ തലങ്ങളിൽ നിന്ന് ലഭിക്കുവാനുള്ള ധനസഹായമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുവാനുള്ള സാധ്യതയും നവംബർ മാസത്തിലുണ്ടാവും. ഡിസംബർ മാസത്തിൽ ആഗ്രഹാനുസരണമുള്ള വിവാഹബന്ധം വരാവുന്നതും സർക്കാർ തലത്തിൽ സ്ഥിരമോ താൽക്കാലികമോ ആയ ജോലികളെ പ്രവേശിക്കുവാനും ചെയ്യും. ഉദ്യോഗസ്ഥർക്കും ഭരണാധിപന്മാർക്കും ഊർജ്ജസ്വലത കൂടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ സാധിക്കുക വഴി അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. നിർമ്മാണ പ്രവൃത്തികൾ പലതും ചെയ്യുവാൻ ഇടയുണ്ടാകും. വീടോ സ്ഥലമോ വാങ്ങുവാനുള്ള കാലം കൂടിയായിരിക്കും ഡിസംബർ മാസം. ഇങ്ങനെ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള 12 മാസ കാലയളവിൽ, ആ ഒരു വർഷ കാലയളവിൽ ഗുണദോഷ സമ്മിശ്രമായ ബലങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് അവിട്ട നാളുകാർക്ക്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗോചര അനുഭവങ്ങളിലെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെയും തന്നെ പരിഹാരങ്ങൾ ചെയ്യണം എന്നുകൂടി നിർദ്ദേശിച്ചുകൊണ്ട് അവിട്ട നാളുകാരുടെ 2025 വർഷത്തിലെ ഗുണദോഷാനുഭവങ്ങളുടെ ഒരു ഏകദേശ രൂപം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.